വിവാദങ്ങൾ ഒഴിയാതെ രണ്ടാം പിണറായി മന്ത്രിസഭ. ഏറ്റവും ഒടുവിലെത്തിയത് എന്ന് കരുതിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശമായ മുന്തിരിവൈനും കേക്കും പിൻവലിച്ചപ്പോൾ മറ്റൊന്നിലേക്കാണ് വിവാദങ്ങൾ കുപ്രസിദ്ധി ആകർഷിക്കുന്നത്. 2022 കേരയിൽ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ക്ലിഫ് ഹൗസ് വളപ്പിൽ യുവമോർച്ച പ്രവർത്തകർ കയറി കുറ്റിനാട്ടിയത് പോലീസിന് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു. ഇതിനുശേഷം ക്ലിഫ് ഹൗസിന്റെ ചുറ്റുമതിൽ ബലപ്പെടുത്തി പുനർനിർമ്മിക്കാൻ തീരുമാനം ഉണ്ടാവുകയും ചുറ്റുമതിൽ പുനർനിർമ്മിക്കാനും പശുത്തൊഴുത്ത് നിർമ്മാണത്തിനുമായി പൊതുമരാമത്ത് വകുപ്പ് 2022 മെയ് 7 കത്ത് നൽകുകയും ഇത് പരിഗണിച്ച് 2022 ജൂൺ 22 മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ മതിൽ പുനർനിർമ്മിക്കുവാനും പശുത്തൊഴുത്ത് നിർമ്മിക്കുവാനുമായി 42.90 ലക്ഷം രൂപ അനുവദിച്ച ഉത്തരവാകുകയും ചെയ്തിരുന്നു. അന്ന് ഈ ഉത്തരവിനെ തുടർന്ന് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും നയിച്ച ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ പശുപ്രേമവും വീണ്ടും ഒരു വിവാദത്തിലേക്കാണ് വഴി തുറക്കുന്നത്. 6 പശുക്കളുള്ള ക്ലിഫ് ഹൗസിലെ പുതിയ പശുത്തൊഴുത്തിന് ചാണകക്കുഴി നിർമ്മിക്കുന്നതിന് 3.72 ലക്ഷത്തിന്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം പിന്നോട്ട് പോകുമ്പോഴാണ് സർക്കാരിന്റെ ഇത്തരം ഉത്തരവുകൾ വിവാദമാകുന്നത്. സ്വിമ്മിംഗ് പൂളും ലിഫ്റ്റും എല്ലാം ഇത്തരത്തിൽ വിവാദമായിട്ടുള്ള കാര്യങ്ങളാണ്. അച്യുതാനന്ദനെ പോലെ 100 വയസ്സുണ്ടായിരുന്ന മുഖ്യമന്ത്രി നടന്നു കയറിയ ക്ലിഫ് ഹൗസിൽ പിണറായി വിജയൻ 25 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് സ്ഥാപിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി കോട്ടയ്ക്ക് അകത്തിരിക്കുകയാണ്. 45 ലക്ഷം രൂപയ്ക്ക് പശുത്തൊഴുത്ത് ഉണ്ടാക്കി. മുന്തിയ പശുക്കളെ കൊണ്ടുവന്നു. പശുക്കൾ പാൽ ചുരുത്തുവാൻ വേണ്ടി AR റഹ്മാന്റെ പാട്ട് വരെ നിങ്ങൾ അവിടെ വെച്ചു എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ അന്ന് വിമർശിച്ചിരുന്നത്. ചാണകക്കുഴി നിർമ്മാണത്തിനുള്ള ഉത്തരവിന് പുറമെ മരുമകനും മന്ത്രിയും കൂടിയായ മുഹമ്മദ് റിയാസ് കൈരളി ടിവിക്ക് 6.40 ലക്ഷം രൂപ അനുവദിച്ചതും വിവാദമായി. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വിനോദസഞ്ചാര മേഖലയിലായി ആകർഷിക്കാനും വൈവിധ്യമാർന്ന പരിപാടികൾ കൈരളി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നു. ഏതാനും ടൂറിസം പദ്ധതികളുടെ പരസ്യ ചിത്രം സംപ്രേഷണം ചെയ്യാൻ 5 ലക്ഷം രൂപയും GSTയും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കൈരളി TV ഡിസംബർ 21 ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസിന് കത്ത് നൽകുന്നത്. നവകേരള സദസ്സിന്റെ തിരക്കിനിടയിലും സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കൈരളിയുടെ കത്തിന് റിയാസ് മന്ത്രിയുടെ പച്ചക്കൊടി വീശി. അതുകൊണ്ട് തന്നെ ഡിസംബർ 30 പണം അനുവദിച്ച ഉത്തരവുമിറങ്ങി. ബാർക്ക് റേറ്റിംഗിൽ 7ാം സ്ഥാനത്താണ് കൈരളി TV. അതായത് സ്വന്തം പാർട്ടിക്കാർ പോലും കൈരളി TV കാണാൻ മെനക്കെടാറില്ല എന്ന് ബാർക്ക് റേറ്റിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 6000 കോടി രൂപയുടെ അധിക നികുതി ബഡ്ജറ്റിൽ അടിച്ചേൽപ്പിച്ചിട്ട് നികുതി പണം എടുത്ത് കൈരളിക്കും ദേശാഭിമാനിക്കും കൊടുക്കുക എന്നതാണ് ടൂറിസം വകുപ്പിൽ നടക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കപ്പെടുമ്പോഴും മുഖ്യമന്ത്രിക്കും മരുമകനും കൈരളിക്കും ദേശാഭിമാനിക്കും ഒക്കെ ഒറ്റ ഫോൺ കോളിലോ ഉത്തരവിലോ യാതൊന്നും മറുത്തു പറയാതെ ട്രഷറി നിയന്ത്രണം മറന്ന് അല്ലെങ്കിൽ മറികടന്ന് പണം അനുവദിക്കാൻ ശ്രദ്ധാലുവാണ് ധനമന്ത്രി KN ബാലഗോപാൽ. എത്രയൊക്കെ വിവാദങ്ങളിൽപ്പെട്ടാലും ഒരക്ഷരം പോലും അതേപ്പറ്റി മുഖ്യമന്ത്രി മറുപടി പറയാറില്ല എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ ഇതിനൊക്കെ പഴയ വിജയനാണെങ്കിൽ പണ്ടേ മറുപടി പറയുമായിരുന്നു.